ഈ ചാനൽ നേരത്തെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ്. ഡിലീറ്റ് ചെയ്യാൻ കാരണം ഞാൻ ആ വീഡിയോകളിലൊക്കെ ചെയ്തത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ ഏറ്റവും ഇൻഡ്യൂട്ടീവായ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്ക് കാണുന്ന രീതിയിലേക്ക് വരിക, അങ്ങനത്തെ ഒരു അപ്രോച്ച് ചെയ്ത് ഞാൻ വീഡിയോകളിലൊക്കെ എടുത്തിരുന്നത്. പക്ഷേ ചില വ്യൂവേഴ്സ് പറഞ്ഞു അങ്ങനെ അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന രീതി തന്നെ ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ നന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻസിയൊക്കെ ഞാൻ സാധാ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന രീതി തന്നെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ അതാണ് ഈ വീഡിയോയിൽ ചെയ്തത്. ഞാൻ അതിനെ ആദ്യം ഈ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഒന്ന് റിവൈസ് ചെയ്യണം. ഇവിടെ എഴുതിയിട്ട് നമുക്കൊന്ന് ഓർത്തെടുക്കാം. അത് വെച്ചിട്ടാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനത് ഇവിടെ എഴുതാം. ഇങ്ങനെയാണ് ലീനിയർ കോമ്പിനേഷൻ ഡിഫൈൻ ചെയ്ത് അല്ലേ. അതായത് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് V1 എക്സെട്രാ Vm തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിലുള്ള ഒരു എക്സ്പ്രഷനാണ്. അതായത് C1 V1 പ്ലസ് എക്സെട്രാ പ്ലസ് CM Vm വേർ C1 എക്സെട്രാ CM ഒക്കെ എന്താണ്, സ്കാലേഴ്സ് ആണ്. അപ്പോൾ ഈ ഫോമിലുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ എന്ത് പറയുക, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. ഇനി ഈ ലീനിയർ കോമ്പിനേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലേഴ്സും C1 എക്സെട്രാ CM ഈ എല്ലാ സ്കാലേഴ്സും 0 ആണെങ്കിൽ നമ്മൾ ഈ ലീനിയർ കോമ്പിനേഷനെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും. ഞാനത് ഇവിടെ എഴുതാം. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വെക്ടേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഇവിടുത്തെ സ്കാലേഴ്സ് ഒക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ 0 V1 പ്ലസ് എക്സെട്രാ പ്ലസ് 0 Vn വരും. അങ്ങനെയല്ലേ ഇതിന് ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ വരിക, Vn അല്ല Vm അല്ലേ. ഓക്കെ, ഇതാണ് ഈ വെക്ടേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ. ഇതിൻ്റെ റിസൾട്ട് എന്താ വരിക, ഇതിൻ്റെ റിസൾട്ട് 0 അല്ലേ വരിക അല്ലേ. 0 V1 എന്ന് പറയുമ്പോൾ 0 വെക്ടറാണ്, എക്സെട്രാ 0 Vm എന്ന് പറയുമ്പോൾ അതും 0 വെക്ടറാണ്. സോ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വെക്ടർ കിട്ടും. സോ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ റിസൾട്ട് എപ്പോഴും 0 വെക്ടറാണ് വരിക, അതിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഈ ട്രിവിയൽ അല്ലാത്ത മറ്റുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷനും നമ്മളെന്ത് വിളിക്കും, നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കും. ഞാനത് ഇവിടെ എഴുതാം. അതായത് നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അപ്പം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കാലറെങ്കിലും എന്തായിരിക്കും, നോൺ 0 ആയിരിക്കും. സോ അത്തരം ലീനിയർ കോമ്പിനേഷൻ നമ്മളെന്ത് പറയുക, നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയോളൂ. അപ്പോൾ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലായി, നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇവിടെ ഈ കാര്യം ഓർത്തൊക്കെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും, 0 വെക്ടർ ആയിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ഇനി നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ 1-2 എക്സാമ്പിൾസ് കൂടി ഞാൻ എഴുതട്ടെ. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഒക്കെ ഡിഫൈൻ ചെയ്തത്. സോ ഞാനത് ഇത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ എഴുതാം. ഇവിടെ ഞാൻ R2-ലെ 3 വെക്ടേഴ്സ് എടുത്തു, V1 V2 V3 ഒക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് ഈ 3 വെക്ടേഴ്സിൻ്റെ 2 നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ കോമ്പിനേഷനിൽ ഉള്ള സ്കാലേഴ്സ് ഏതൊക്കെയാണ്, 3 2 -4. അതിൽ ഒരു സ്കാലറും എന്തല്ല, 0 അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനാണ്. ഇനി ഇത് അടുത്ത കോമ്പിനേഷനിൽ നോക്കുക, ഉള്ള സ്കാലേഴ്സ് ഏതൊക്കെയാണ്, 0 0 2. ഇതിൽ ഈ സ്കാലർ നോൺ 0 ആണ്. സോ ഇതും എന്താണ്, ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനാണ്. ഇനി ഈ 2 കോമ്പിനേഷൻ്റെയും റിസൾട്ട് എന്താ നോക്കൂ. ഈ കോമ്പിനേഷൻ്റെ റിസൾട്ട് എന്താ, ഇവിടെ ചെയ്ത് നോക്കുമ്പം 3 - 8 എന്ന് പറയുമ്പോൾ വരും -5. പിന്നെ ഇത് വരും 2 - 12 -10 വരും അല്ലേ. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, അതാണെന്ന് തോന്നുന്നു. സോ ഈ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ റിസൾട്ട് വന്നത് -5 -10 ആണ്. ഇനി ഈ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ റിസൾട്ട് എന്താ വരുന്നത്, ഇത് 4,6 ആണെന്ന് കാണാൻ പറ്റും അല്ലേ. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെ റിസൾട്ട് എപ്പോഴും 0 ആണ്. ഇവിടെ നമ്മൾ കണ്ട 2 നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ്റെയും റിസൾട്ട് എന്താണ്, നോൺ 0 ആണ് കിട്ടി അല്ലേ. R2-ലെ നോൺ 0 വെക്ടറാണ് ഇത് രണ്ടെണ്ണം. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, റിസൾട്ട് 0 കിട്ടണ ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ. അതായത് ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, R2-ലെ 0 വെക്ടർ ആയിരിക്കണം. അത് പറ്റും. ഒന്ന് പോസിറ്റീവ് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എൻ്റെ അങ്ങനത്തെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഇവിടെ ഞാൻ എഴുതാം. ഇവിടെ എന്താ, ഈ 3 വെക്ടേഴ്സിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക 0 വെക്ടറാണ്, R2-ലെ 0 വെക്ടറാണ് കിട്ടുക. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഈ 3 വെക്ടേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമല്ല 0 വെക്ടർ തരിക, നമുക്കിങ്ങനെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനും ഉണ്ട് 0 വെക്ടർ തരുന്നത്. ക്ലിയർ അല്ലേ. ഇനി ഞാൻ ഈ 3 വെക്ടേഴ്സിന് വരും വേറെ കുറച്ച് വെക്ടേഴ്സ് തരട്ടെ. ഇപ്പം R2-ൽ തന്നെ R3-ൽ എഴുതാം. ഞാൻ R3-ലെ 3 വെക്ടേഴ്സ് ചെയ്തിട്ടെ. ഇതൊന്ന് വായിച്ച് നോക്കട്ടോ.
ഇവിടെ R3-ലെ 3 വെക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇവിടെ W1, W2, W3 എല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ചോദ്യം നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ 3 വെക്ടേഴ്സിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനും നമുക്ക് കിട്ടി 0 വെക്ടർ തരുന്നത്. അതേപോലെ ഈ വെക്ടേഴ്സിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ 0 വെക്ടർ തരുന്നത്, R3-ൽ 0 വെക്ടർ വരുന്നത്? ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയണു അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ 3 വെക്ടേഴ്സിൻ്റെ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഒന്നും തന്നെ 0 റിസൾട്ട് തരില്ല. ഇതിന് 0 റിസൾട്ട് തരണമെങ്കിൽ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ തന്നെ എടുത്തേ പറ്റുള്ളൂ. അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ പോസിറ്റ്. ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രൂഫ് ഇത് അവിടെ. അതായത് ഈ 3 വെക്ടേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 വെക്ടർ തരുന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലാസും 0 ആണെന്ന് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തു. അതായത് ഈ 3 വെക്ടേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ 0 വെക്ടർ തരുള്ളൂ എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഈ 2 സെറ്റുകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എന്താ വ്യത്യാസം? ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻസ് ഒന്നും തന്നെ എന്ത് തരുന്നില്ല, 0 വെക്ടർ തരുന്നില്ല. ഈ സ്പേസിൽ R3-ൽ 0 വെക്ടർ തരുന്നില്ല. പക്ഷേ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി 0 വെക്ടർ തരുന്നത്, ഈ സ്പേസിൽ 0 വെക്ടർ തരുന്നത്. ഇനി ഇത്തരം വെക്ടേഴ്സിന്, ഇത്തരം സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് വിളിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് അതിൻ്റെ റിസൾട്ട് എന്ത് വരും? 0 വെക്ടർ തരും. ഞാൻ ഇവിടെ അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇത്തരം സെറ്റ് ഓഫ് വെക്ടേഴ്സിന്, അതായത് നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻസ് ഒന്നും തന്നെ 0 വെക്ടർ തരാത്ത ഇത്തരം സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് വിളിക്കും. ഞാനത് ഇവിടെ എഴുതാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അതാ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ വേർഡ്സിലൂടെ എത്തിയിട്ടുണ്ട്. ഒക്കെ വായിച്ചു നോക്കുക. ഇനി ഇതിന് ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ ആൾജിബ്രയ്ക്കലി ഒന്ന് ഞാൻ എഴുതിത്തരാം. അങ്ങനെ ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ സാധാരണ കാണുക. സോ അതുപോലെ ഞാൻ ഇവിടെ എഴുതിത്തരാം. ഇതാ ഇങ്ങനെയാണ് സാധാരണ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഡെഫിനിഷൻ കാണുക. അത് പോസിറ്റ് വായിച്ചു നോക്കുക. ഇനി ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? എപ്പോഴാണ് ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? അതുപയോഗിച്ചിട്ട് 0 ഉണ്ടാക്കാൻ ആ ട്രിവിയൽ വേ മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ നോൺ ട്രിവിയൽ വേ. ഇതും പറഞ്ഞാൽ അത് തന്നെയാണ്. ഇവിടെ V1 എക്സെട്ര VM ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എപ്പോഴാണ് പറയുക? അതുപയോഗിച്ച് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് 0 ഉണ്ടാക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഏതാണ് ആ വഴി? എല്ലാ സ്കാലാസും 0 എടുത്തിട്ടുള്ള, അതായത് ട്രിവിയൽ വഴി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മളെന്ത് പറയുക? ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ക്ലിയർലി. സോ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എങ്ങനെയൊക്കെ കാണുക? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത മറ്റുള്ള സെറ്റിനൊക്കെ നമ്മളെന്ത് പറയും? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്ന് പറയും. ഞാൻ ഇവിടെ ഏതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഞാൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്നാണ് ഡിഫൈൻ ചെയ്തു, ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്നൊക്കെ ഡിഫൈൻ ചെയ്തു. ഡൗട്ടുള്ളവരൊക്കെ ചോദിക്കട്ടോ. കൂടുതലൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കട്ടെ. എം ടി സെറ്റില്ലേ, എം ടി സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ്, അത് ഒരു കൺവെൻഷനായിട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് ആർട്ടിലും ഒക്കെ ചെയ്തത്. ആക്ച്വലി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വെറുതെ വാദിച്ചൊക്കെ ഉണ്ടാക്കാം. എം ടി സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ ഒരു നാച്ചുറൽ വേയിലൊക്കെ പറയാം. പക്ഷേ ഞാനിപ്പോൾ അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഒരു നല്ല വഴിയല്ല. എപ്പോഴും ഞാൻ ആർട്ടിനൊക്കെ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഒരു കൺവെൻഷനായിട്ട് എഴുതാൻ പോവാണ്. എം ടി സെറ്റ് ഈസ് ഡിക്ലെയർഡ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതി ചേർക്കാം. എന്താ എം ടി സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഞാൻ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ നമ്മൾ ഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യം മാത്രമേ ചർച്ച ചെയ്തുള്ളൂ കേട്ടോ. അല്ലേ, ഫൈനൈറ്റ് സെറ്റിനെ മാത്രമേ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ. ഇൻഫിനിറ്റ് സെറ്റിന് മാത്രം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിനെയും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഒക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത്രയും മതി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.